നമ്മുടെ കയ്യിൽ 2, 3 ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മസാല പോലും ചേർക്കാത്ത കോൺഫ്ലോറോ, അരിപ്പൊടിയോ, മൈദയോ ഒന്നും തന്നെ ചേർക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ കറുമുറ എന്നുള്ള ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്ന അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടീസൊക്കെ ആണെന്നുണ്ടെങ്കിലും പാത്രം കാലിയാക്കി തന്നോളും. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുക്കുമ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയൊക്കെ കട്ട് ചെയ്യില്ലേ ആ അതേ രീതിയിൽ ഒരേ വലിപ്പത്തിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പലതും പല വലിപ്പത്തിലായി പോകരുത്. എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഇങ്ങോട്ട് വെന്ത് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 ഉരുളക്കിഴങ്ങും ഒരേ വലിപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാവും. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കഴുകി നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലൊക്കെ കറയുണ്ടാവുമല്ലോ, ആ കറയൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കളഞ്ഞെടുക്കലാണ് ചെയ്യുന്നത്. ഒരു 2, 3 തവണയെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ശരിക്കും വെള്ളമൊക്കെ കളയാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാവേ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് അരിപ്പൊടിയോ അതേപോലെ തന്നെ മൈദയോ കോൺഫ്ലോറോ വേറെ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അല്ലാതെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറ എന്നുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഇത് പതുക്കെ ഒന്നും കൂടെ ആവിക്ക് വെക്കണം. അതായത് ഒരുപാട് സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഒരു അര മിനിറ്റ് അത്ര മാത്രം മതിയാവും. ഇതേപോലെ ഇഡ്ഡലിത്തട്ടിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ ചുറ്റും വെളിച്ചെണ്ണ ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ വെക്കില്ലേ അതേപോലെ തന്നെ. അതിനുശേഷം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് 2 തട്ടായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മൂടി വെച്ച് ഒരു അര മിനിറ്റ് 30 സെക്കൻഡ് അത്ര മാത്രം മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഒന്നും കൂടി ചൂട് കയറി ആവിയൊക്കെ നല്ലോണം ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് മാത്രം മതി കേട്ടോ. അപ്പൊ അതവിടെ ഒരു അര മിനിറ്റ് ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് ആവിയൊക്കെ പുറത്ത് വന്ന് കറക്റ്റ് ഒരു 30 സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ആ ഉരുളക്കിഴങ്ങൊക്കെ പതുക്കെ ഒന്നും കൂടെ വെന്ത് വരണം. നന്നായിട്ട് ചൂട് കയറി ഒന്നും കൂടെ വെന്ത് വന്നാൽ മാത്രം മതിയാവും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നേരം വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് കുഴഞ്ഞു പോകും കേട്ടോ. നന്നായിട്ട് തണുത്ത് വരാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. വേറെ പാത്രത്തിലൊന്നും വേണ്ട, ഇഡ്ഡലിത്തട്ടി തന്നെ ഇരുന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തണുത്ത് വന്നോളൂ കേട്ടോ. അതിനുശേഷം വേണം ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 തട്ടും അവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് തണുത്ത് വരട്ടെ. ഇനിയിപ്പോൾ തണുത്ത് വന്ന് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് നല്ലോണം തന്നെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കലാട്ടോ ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യമേ ഒറ്റ തവണയായിട്ടല്ല 2 തവണയായിട്ട് ഡബിൾ ഫ്രൈ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ നല്ല ചൂടായ ഓയിലിലേക്ക് തണുത്ത് വന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങിട്ട് ഇതേപോലെ പകുതി വേവായി, അതായത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒക്കെ ആ ഒരു കളർ ഉണ്ടല്ലോ, ഒരുപാട് കളർ അങ്ങോട്ട് മുരിഞ്ഞൊന്നും പോവാത്ത ഈ ഒരു കളറിലാവുമ്പോൾ നമ്മൾ കോരിയെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ഇതേ ഓയിലിൽ തന്നെ ഇട്ട് ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴാണെന്നുണ്ടെങ്കിലാണ് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറായിട്ട് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് വരും. ഇതിപ്പോ കറക്റ്റ് പകുതിയാണ് വെന്ത് വന്നിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇനി ഒന്നും കൂടി തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒറ്റ തവണ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവുകയില്ല. മാത്രമല്ല ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ പുറംഭാഗം മാത്രം ഒന്നുകൂടി ഗോൾഡൻ കളറായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഉള്ളൊക്കെ അത്ര നന്നായിട്ടൊന്നും വെന്ത് വരില്ല. അതുകൊണ്ടാണ് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇതേപോലെ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ആ കാര്യം വിട്ടുപോകല്ലേ. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെച്ചിരുന്നാൽ മതി. ഒരുപാട് ലോയോ ആക്കണ്ട, അതേപോലെ തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കണ്ട. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും വെന്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കോരിയെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാവേ. അതിനുശേഷം നമ്മുടെ ബാക്കി ഉരുളക്കിഴങ്ങും ഇതേപോലെ വീണ്ടും ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറുമുറ എന്നുള്ള നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പോ വേറെ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഇതേപോലെ ഒരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ എരിവിന് വേണ്ടി കുറച്ച് നമ്മുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താലും മതി. ഒരുപാടൊന്നും വേണ്ട. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ആ ചെറു ചൂടോടുകൂടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എന്നാ ടേസ്റ്റാന്ന് അറിയാമോ. ചെയ്തെടുക്കാൻ നല്ല സിമ്പിളാണ്. പക്ഷെ 1-2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളമൊക്കെ പോയതിനു ശേഷം നന്നായിട്ട് തിളച്ച ഇഡ്ഡലി പാത്രത്തിലേക്ക് വേണം ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒരു 30 സെക്കൻഡ് മാത്രമേ ആവി കയറ്റാനായിട്ട് പാടുള്ളൂ. ഒരുപാട് സമയം വെക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം ചൂടായ ഓയിലിൽ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇതേപോലെ മുളക് പൊടിയും കൂടി ചേർത്ത് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതിയാവും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും. ബൈ.